ഹായ്, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മുടെ ബോച്ചെ അറസ്റ്റിലായിരിക്കുകയാണ്. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല സത്യം പറഞ്ഞാൽ. കാരണം ഇതിനു മുമ്പ് പല പ്രമുഖർക്കെതിരെയും പലരും കേസ് കൊടുത്തപ്പോഴൊക്കെ അവർക്ക് മുൻകൂർ ജാമ്യം കിട്ടുന്നത് വരെ ആ കേസിനെ പിടിച്ചു വെക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടാണെന്നറിയില്ല, എനിക്ക് തോന്നുന്നു സർക്കാരിനെതിരെ തന്നെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടായിരിക്കും സർക്കാർ അത്ര ഫാസ്റ്റായിട്ട് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തെന്ന് തോന്നുന്നു. കാരണം ലോട്ടറി പോലുള്ള സംഭവങ്ങൾ, കേരള ലോട്ടറിക്ക് തുരങ്കം വെക്കുന്ന രീതിയിൽ അദ്ദേഹം കച്ചവടമൊക്കെ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിനെതിരെ കുറെ കേസുകളൊക്കെ ഉണ്ട് തോന്നുന്നു സർക്കാരിന്റെ ഭാഗത്ത് തന്നെ. അപ്പൊ അതിന്റെയൊക്കെ ഒരു റിയാക്ഷനും കൂടി ആയിരിക്കണം ഇത്ര പെട്ടെന്നുള്ള അറസ്റ്റ്. ഹണി റോസ് മുഖ്യമന്ത്രിയെ വിളിച്ച് സംസാരിച്ചു എന്ന് ഹണി റോസ് ഇന്ന് വാർത്തകളിലൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്ട്സ് ആണ് ഇത്ര സ്പീഡിൽ അറസ്റ്റ് നടന്നത്. പക്ഷെ ബോബി ചെമ്മണ്ണൂർ പോലും ഇത്ര വേഗത്തിൽ അറസ്റ്റ് നടക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കണം വയനാട്ടിലെ റിസോർട്ടിൽ സമാധാനമായിട്ട് താമസിച്ചതും അദ്ദേഹം കോയമ്പത്തൂരിലുള്ള തന്റെ ഷോറൂമിന്റെ ഇനാഗുറേഷന് താൻ ഉണ്ടാവുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞതും. പക്ഷെ പെട്ടെന്നായിരുന്നു അറസ്റ്റ്. എന്ത് തന്നെയായാലും പക്ഷെ പോലീസ് ജീപ്പിൽ കയറുന്ന ബോച്ചെ അത്ര വലിയ ഇതിലൊന്നും അല്ല. കാരണം ഭയങ്കര കോൺഫിഡൻസോടുകൂടി തന്നെയാണ് തമ്പൊക്കെ കാണിച്ച് കയറി പോകുന്നത്. പക്ഷെ അറസ്റ്റ് നടക്കുന്ന പുള്ളി പ്രതീക്ഷിച്ച് കാണില്ല. പുറത്ത് എന്തെങ്കിലുമൊക്കെ ചിരിച്ച് കാണിക്കുന്നുണ്ടെങ്കിലും ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്ന പ്രതീക്ഷ ഉണ്ടാവില്ല. എന്ത് തന്നെയായാലും ഇനി അദ്ദേഹത്തിന്റെ ഈ പൊതുവേദിയുള്ള ഇത്തരം തമാശകൾ, മറ്റുള്ളവരെ കളിയാക്കിക്കൊണ്ടുള്ള ഈ തമാശകൾ അവസാനിക്കും എന്ന് തന്നെയാണ് തോന്നുന്നത്. വേറൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിലും അത്തരത്തിലുള്ള കോമാളി കളികൾക്കൊക്കെ ഒരു അവസാനം വരും. സ്റ്റേജിൽ കടന്ന് ചാടുക, മറിയുക, തുള്ളുക, അങ്ങനെയുള്ള കുറേ കോമാളിത്തരങ്ങളുണ്ടല്ലോ അദ്ദേഹത്തിന്റെ ഭാഗത്ത്. ഇതുപോലെയുള്ള വായിക്കൊള്ളാത്ത കുറേ വർത്തമാനങ്ങൾ പറയാം. അതിന് ഇന്നലെ മുതൽ അയാൾ എല്ലാ ചാനലുകളും കയറി ന്യായീകരിക്കുന്നത് താൻ ചെയ്തത് തെറ്റാണെന്ന് ഇപ്പോഴും സമ്മതിക്കുന്നില്ല. കുന്തി ദേവി എന്ന് പറഞ്ഞാൽ അത്ര വലിയ തെറ്റാണോ? അത് മറ്റുള്ളവർ അങ്ങനെ വ്യാഖ്യാനിച്ചതിന് ഞാൻ എന്ത് വേണം? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ് അദ്ദേഹം ഇപ്പോഴും ചോദിക്കുന്നത്. നമുക്കറിയാം ഈ കുന്തി ദേവി എന്നൊരു പദം മാത്രമല്ല അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലേ? പല ഘട്ടങ്ങളിലും ഇതുപോലുള്ള പല ദ്വയാർത്ഥം വരുന്ന പല വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു ചെറിയ പെൺകുട്ടിയെ കൂട്ടിയിട്ട് ഗൾഫ് പോണ സമയത്ത് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ 2 പേരായിട്ടാണ് പോണത്, ഇപ്പോൾ തിരിച്ചു വരുമ്പോൾ 3 പേരായിട്ട് വരുന്നു പറഞ്ഞത് ഭയങ്കര ചർച്ചയായത്. ഒരു കൊച്ചു പെൺകുട്ടിയോട് അദ്ദേഹം അങ്ങനെ പറഞ്ഞു. പിന്നെ പഴംപൊരി കടയിൽ ചെന്നിരുന്നത് എന്താ ഈ പഴംപൊരി ഇങ്ങനെ വളഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചത്, പിന്നെ തൊളയുള്ള വടയുണ്ടോ എന്ന് ചോദിച്ചത്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇദ്ദേഹം ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ പറയുണ്ടായിട്ടുണ്ട്. ശ്വേത മേനോനോടായാലും തന്റെ ഉദ്ഘാടനങ്ങൾക്ക് വന്നിട്ടുള്ള മറ്റ് നടിമാരോടായാലും ഒക്കെ ഇത്തരത്തിലുള്ള അന്നരാജനോടൊക്കെ പറയുന്നുണ്ട് സൈസ് വളരെ വലുതാണല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ പലരോടും, ഹണി റോസിനോട് മാത്രമല്ല പലരോടും നടത്തിയിട്ടുണ്ട്. അത് അയാൾ തുടർന്ന് പോവുകയും ചെയ്യരുതോ. അത് ഇന്നലെ മാതൃഭൂമി ന്യൂസിനോടൊക്കെ അദ്ദേഹം സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, നമ്മൾ പബ്ലിസിറ്റിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയാന്നല്ലാതെ, ഞാൻ ഇതിനു മുമ്പ് എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കറക്റ്റായിട്ട് അയാൾ ഉദ്ദേശിക്കുന്ന അതാണ്, നെഗറ്റീവ് പബ്ലിസിറ്റി. അതിനുവേണ്ടി തന്നെയാണ് അയാൾ അങ്ങനെയുള്ള വാചകങ്ങൾ ഉപയോഗിക്കുന്നത്. അല്ലാതെ വേറൊരു കാര്യം ഒന്നും ഉദ്ദേശിക്കുന്നില്ല. അതായത് ഒരാളെ ഇരയാക്കിക്കൊണ്ട് ഇപ്പോൾ ഹണി റോസിന് എന്തായാലും കുറേ അധികം സോഷ്യൽ മീഡിയയിൽ വളരെ മോശം കമന്റുകളും വീഡിയോസും ഒക്കെ ഹണി റോസിനെതിരെ വരുന്നുണ്ട്. അത് മുതലാക്കുക. അതെങ്ങനെ മുതലാക്കുക? തന്റെ മാർക്കറ്റിങ്ങിന് വേണ്ടി അത് മുതലാക്കുക എന്നുള്ളത് മാത്രമാണ് അയാളുടെ ഉദ്ദേശം. അല്ലാണ്ട് വേറെ ദുരുദ്ദേശമൊന്നും കാണില്ലായിരിക്കും. ഈ ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. തന്റെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് അവർക്കുള്ള ആ നെഗറ്റീവ് ഇമേജിനെ ഒന്നുകൂടി ഒന്ന് വലുതാക്കി കൊടുക്കുക സോഷ്യൽ മീഡിയയിൽ. അതാണ് അയാൾ സത്യത്തിൽ ചെയ്തത്. ഇപ്പൊ അന്നാരാജനായാലും ഒക്കെ അവരുടെ ഒരുപാട് ബോഡി ഷേമിങ് അവർക്കെതിരെ വരുന്നുണ്ടല്ലേ. ശ്വേതാ മേനോനായാലും അങ്ങനെ ഒരുപാട് ഇവരൊക്കെ കളിയാക്കിക്കൊണ്ട് വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. പൊതുമാധ്യമങ്ങളിലൊക്കെ എപ്പോഴും കളിയാക്കപ്പെടുന്ന, വിമർശിക്കപ്പെടുന്ന, പരിഹസിക്കപ്പെടുന്ന ആളുകളാണ് ഇവരൊക്കെ. ഇവരെയൊക്കെ തന്നെയാണ് ഇയാൾ തെരഞ്ഞു പിടിച്ച് ഉദ്ഘാടനത്തിന് ക്ഷണിക്കുന്നതെന്നും കൂടി നോട്ട് ചെയ്യേണ്ട പോയിന്റാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തന്റെ നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടി പോസിറ്റീവായി കിട്ടുന്ന പബ്ലിസിറ്റിയെക്കാട്ടി 4 ഇരട്ടി കൂടുതലാണ് ഈ നെഗറ്റീവ് പബ്ലിസിറ്റി. അതിനുവേണ്ടി തന്നെയാണ് ഇയാളത് ചെയ്തത്. ഞാൻ എൻ്റെ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ്. അതിനാണ് അയാളത് ചെയ്തത്. സത്യത്തിൽ അയാൾ ഇന്നലെ അത് പല ചാനലുകളും തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. പബ്ലിസിറ്റിക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും പറയാന്നല്ലാതെ എന്നാണ് പറഞ്ഞത്. അത് സത്യമാണ്. പബ്ലിസിറ്റിക്ക് വേണ്ടി അയാൾ, അതായത് നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടി, അത് അയാൾക്ക് തുറന്ന് പറയാൻ വയ്യ. ഇപ്പൊ പബ്ലിസിറ്റിക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അയാൾ ഇവരെയൊക്കെ ഇരയാക്കി മാറ്റിയായിരുന്നു സത്യം പറഞ്ഞാൽ. ഹണി റോസിനെ ആയാലും അന്നാരാജനെ ആയാലും ശ്വേതാ മേനോനെ ആയാലും ഒക്കെ ഇരയാക്കി മാറ്റുമായിരുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. അയാൾ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള വേർഡുകളൊക്കെ പറയണം മനഃപൂർവ്വം. കാരണം കുറേ വൃത്തികെട്ടവന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരിത് ഏറ്റുപിടിച്ചിട്ട് അതിനെ ഇയാൾ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് എത്തിക്കുമെന്ന് അയാൾക്കറിയാം. അല്ലെങ്കിൽ ഇയാൾ പെയ്ഡായിട്ട് നിർത്തുന്ന കുറേ ആളുകളുണ്ടാവും, അവരിത് ആ തരത്തിലേക്ക് എത്തിക്കും എന്നുള്ളത് അയാൾക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പൊതുവേദികളിൽ ഇങ്ങനെയുള്ള കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നതും ഇങ്ങനെയുള്ള ആക്ഷൻസ് ഒക്കെ കാണിക്കുന്നതും. നമുക്കറിയാം, ഒരു പെൺകുട്ടി വന്നിട്ട് അദ്ദേഹത്തിന്റെ ജ്വല്ലറിയിൽ ന്യൂ മോഡലൊന്നും ഇല്ല, ഒക്കെ പഴയ കളക്ഷനാണ്, ന്യൂ മോഡൽ കളക്ഷൻസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞ മറുപടി എന്താണെന്നല്ല, എത്ര വൾഗറായിട്ട് അയാൾക്ക് മാത്രമേ സംസാരിക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഈ കേസ് കൊണ്ട് ആകെ ഉണ്ടാവുന്ന ഫലം എന്ന് പറഞ്ഞാൽ
ഇയാളുടെ ഇത്തരത്തിലുള്ള വളിച്ച കോമഡികളും തമാശകളും നെഗറ്റീവ് പബ്ലിസിറ്റി സ്റ്റണ്ടും അവസാനിക്കും. അത് മാത്രം ഇതുകൊണ്ട് ഉണ്ടാകുമ്പോൾ, അല്ലാണ്ട് ശിക്ഷിക്കപ്പെടുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കോടതിയിലെ തെളിവുകളാണല്ലോ മുഖ്യം. പൈസയൊക്കെ ഉള്ള ആൾക്കാരാകുമ്പോൾ കൊടികെട്ടിയ വക്കീലന്മാർ വരും. ഇപ്പോൾ ഉള്ള തെളിവിനെ ഇല്ലാതാക്കാനൊക്കെ അവർക്ക് ഒരു നിമിഷം മതി. ഇപ്പോൾ ഹണി റോസ് ഉറച്ചു നിൽക്കുന്ന അവരുടെ പെർമിഷൻ ഇല്ലാതെ അവരുടെ ശരീരത്തിൽ തൊട്ടു, അവരെ ഇങ്ങനെ അപവാദം പറഞ്ഞു എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അയാൾ പറയുന്ന പോലെ തന്നെ നിലനിൽക്കുന്ന കാര്യങ്ങളില്ല. കാരണം അയാൾ എന്താ പറഞ്ഞത്, കുന്തി ദേവി എന്ന് പറഞ്ഞാൽ അത്ര തെറ്റായിട്ടുള്ളൊരു വാക്കല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അതിലൊക്കെ അയാൾ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ ശിക്ഷിക്കാനുള്ളൊരു വകുപ്പൊന്നും അതിലില്ല. പക്ഷെ അവരുടെ പെർമിഷൻ ഇല്ലാതെ അവരെ ശരീരത്തെ പിടിച്ചു എന്നുള്ളതാണ് ആകെ നിലനിൽക്കുന്ന ഒരു കേസ്. പക്ഷെ അതും ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവരപ്പം അനിഷ്ടമൊന്നും പ്രകടിപ്പിച്ചിട്ടില്ല. അവരുടെ കൈ പിടിച്ച് കറക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ആ കൈ പിൻവലിക്കാമായിരുന്നു, അല്ലെ? അത്രയും ആളുകൾ നിൽക്കുന്ന സ്ഥലമാണ്, അവർക്ക് ആ കൈ ബലമായിട്ട് റിലീസ് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ആ അനിഷ്ട മുഖത്ത് പ്രകടിപ്പിക്കാമായിരുന്നു. ഇത് രണ്ടും അവർ ചെയ്തിട്ടില്ല. അവരെ വളരെ ചിരിച്ചുകൊണ്ട് തന്നെയാണ് അയാളുടെ ആ പ്രവർത്തിക്ക് നിന്നു കൊടുത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതും നിലനിൽക്കുമെന്നും തോന്നില്ല. പക്ഷെ ആകെ ഉണ്ടാവാൻ പോകുന്ന ഒരു ഗുണം, ഇതുപോലെ ഇനി പൊതുവേദികളിൽ കോമാളിത്തരം കാണിക്കുകയോ സ്ത്രീകളെ കൊണ്ടുവന്ന് നെഗറ്റീവായിട്ടുള്ള വേർഡുകൾ ഉപയോഗിക്കുകയോ ചെയ്യില്ല എന്ന് മാത്രമേ ഇതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാകും. ഇങ്ങനെ കൊണ്ടുള്ള ഇത്തരത്തിലുള്ള ഉപദ്രവങ്ങൾ ഒരു പരിധി വരെ അവസാനിപ്പിക്കാൻ ഹണി റോസിനെ കൊണ്ട് കഴിഞ്ഞു. അതുപോലെ കുറേ അധികം ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് എന്തും വിളിച്ചു പറയാന്നുള്ള കുറേ ആളുകളുണ്ട്. അവർക്കും ഒരടക്കം വരും. അത് മാത്രമാണ് ഹണി റോസിന്റെ ഈ പരാതി കൊണ്ട് സംഭവിക്കാൻ പോകുന്നത്. വളരെ നല്ല കാര്യമാണ്. കുറേ അധികം പാവപ്പെട്ട സ്ത്രീകൾ ഈ കൂട്ടത്തിൽ രക്ഷപ്പെടും എന്നുള്ളതാണ്. കാരണം ആർക്കെതിരെയും എന്ത് തോന്നിയാസവും പടച്ചു വിടാം എന്ന് ഉള്ള ഒരു വിചാരം ചില ആളുകൾക്കുണ്ട്. മറഞ്ഞിരുന്ന ഒരു ഫേക്ക് ഐഡന്റിറ്റി ഉണ്ടാക്കിയിട്ട് അതിലിരുന്ന് ഇതാക്കാന്നുള്ളൊരു ചിന്ത ഉണ്ട്. അതില്ലാതാവും കുറേ പേർക്കെങ്കിലും. കുറേ ഒരു ഭയം വരും. സ്ത്രീകൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം നടപടികൾ ഫാസ്റ്റായിട്ട് ഉണ്ടാവും എന്നുള്ളൊരു ഭയം ചിലരിലേക്കെങ്കിലും എത്തും. അതൊക്കെയാണ് ഈ പരാതി കൊണ്ടുള്ള ആകെയുള്ള ഗുണം എന്നാണ് എനിക്ക് തോന്നിയത്. അല്ലാതെ വേറൊന്നുമില്ല. എന്തായാലും ഹണി റോസിന്റെ ബുദ്ധി സമ്മതിച്ചു. കാരണം മെയിൻ സ്ട്രീം മാധ്യമങ്ങളൊന്നും തൻ്റെ പരാതി മുഖവിലയ്ക്ക് എടുത്തില്ലെങ്കിലോ എന്ന് കരുതി ഈ എട്ടുകാലി വല നെയ്യുന്ന പോലെ ഓരോരോ കാര്യങ്ങളായിട്ട് അടുപ്പിച്ച് കൊണ്ടുവന്ന് ഒരു ട്രാപ്പിലാക്കി കളഞ്ഞു ശരിക്കും ബോച്ചേനെ. ബോച്ചെ വീടിൻ്റെ ട്രാപ്പല്ല ഇത്. പുറത്ത് ആദ്യം തന്നെ ഡയറക്റ്റായിട്ട് ഇങ്ങനെ ബോച്ചയാണ് ചെയ്തതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇതിന് ഇത്ര എഫക്റ്റ് ഉണ്ടാവുമായിരുന്നില്ല. സോഷ്യൽ മീഡിയ ഏറ്റുപിടിച്ച് ഭയങ്കര ഒരു 4-5 ദിവസമായിട്ട് ഇതിൻ്റെ പുറകെ തന്നെയാണ് സോഷ്യൽ മീഡിയ. അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യത്തിന് ഇത്രയധികം പ്രാധാന്യം മറ്റ് മാധ്യമങ്ങളൊക്കെ കൊടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തന്നെയായിരുന്നു ഹണി റോസ് ഉദ്ദേശിച്ചിട്ടുള്ളതും. എന്തായാലും വളരെ ബുദ്ധിപരമായിട്ടുള്ള നീക്കമായിരുന്നു. അതിൽ ബോച്ചെ കുടുങ്ങി തന്നെ പറയണം, ഒരു സംശയമില്ല. കാരണം ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരമാണ് അറസ്റ്റ് ഉണ്ടായെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ജയിലിൽ കിടക്കേണ്ടി വരും. അപ്പോൾ ഒരടക്കം വരും. ഇനി മേലാൽ ഒരു സ്ത്രീയുടെ നേരെയും ഇത്തരത്തിലുള്ള കമന്റുകൾ അദ്ദേഹം പാസ്സാക്കാൻ ഒന്നും മടിക്കും തീർച്ചയായിട്ടും.